ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് വന്തികൾ പൃഥുവിനെ സ്തുതിക്കുന്ന ഭാഗമാണ്. ശ്രീ മൈത്രേയ പറഞ്ഞു, പൃഥുവിൻ്റെ വിനയം മുനിമാരെ സന്തോഷിപ്പിച്ചു. അവർ വന്തികളോട് രാജാവിനെ സ്തുതിക്കുവാൻ ആജ്ഞാപിച്ചു. വന്തികൾ പറഞ്ഞു, പ്രഭോ, ഭവാൻ ദേവദേവനായ ശ്രീഹരിയുടെ അവതാരമാണ്. നിന്തിരുവടിയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി പോരാ, എങ്കിലും കഴിവനുസരിച്ച് സ്തുതിക്കുകയാണ്. അങ്ങ് ധർമ്മിഷ്ഠരിൽ അഗ്രഗണ്യനും ധർമ്മരക്ഷകനും പ്രജകളെ ധർമാനുഷ്ഠാനത്തിൽ തൽപരരാക്കുന്നവനുമായിരിക്കും. സമൃദ്ധി കാലങ്ങളിൽ ജനങ്ങളിൽ നിന്ന് കരം പിരിച്ച് ക്ഷാമകാലങ്ങളിൽ അവർക്ക് തന്നെ കൊടുത്ത് സംരക്ഷിക്കും. സകല സൽഗുണങ്ങളും അങ്ങയിൽ പൂർണ്ണമായിരിക്കും. സൂര്യൻ വ്യാപിക്കുന്നിടത്തെല്ലാം അങ്ങയുടെ ആജ്ഞ വ്യാപിക്കും. പ്രജകളെ അനുരഞ്ജിപ്പിച്ചുകൊണ്ട് രാജ്യശബ്ദത്തെ അന്യർത്ഥമാക്കി ചെയ്യും. ഭൂമിദേവിയെ കറന്ന് ഔഷധികളെയെല്ലാം സമ്പാദിച്ച് പ്രജകളെ പോഷിപ്പിക്കും. ഭൂമിയെ നിരപ്പാക്കി കൃഷിയോഗ്യമാക്കി തീർക്കും. അനേകം അശ്വമേധയാഗങ്ങളെ ചെയ്ത് ശ്രീഹരിയെ ആരാധിക്കും. അവസാനം സാക്ഷാൽ സനത്കുമാരനെ ഗുരുവായി വരിച്ച് ജ്ഞാനോപദേശം സ്വീകരിച്ച് പരമപദം പ്രാപിക്കും. അങ്ങയുടെ കീർത്തി ലോകങ്ങളിലെല്ലാം വ്യാപിച്ച് ശാശ്വതമായി നിലനിൽക്കും. അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് പൃഥു മഹാരാജാവിനെ ഭൂമിദേവിയോട് കോപിക്കുന്ന കഥയാണ് പറയാൻ പോകുന്നത്. കേൾക്കാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.